നിങ്ങൾക്ക് എങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഗാഥ അവനിൽ നിന്നും പിടിവിടാതെ തന്നെ അല്പം ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. പ്രേയ അവളെ മനസ്സിലാവാത്തതുപോലെ തിരിച്ചും നോക്കി നിന്നു. എനിക്ക് മനസ്സിലായില്ല. പ്രേയ അവളെ സംശയത്തോടെ നോക്കി. സത്യം പറ, നിങ്ങൾ അവനൊക്കെ പ്രേതമല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ഇവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു? നിങ്ങൾക്ക് എങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചതൊക്കെ മനസ്സിലായി? സത്യം പറ, നിങ്ങളൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ? ഗാഥ അവളുടെ ഭയം മൂലം എന്താണ് പറയുന്നതെന്ന് അവൾക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. നോക്ക്, താൻ വല്ലാതെ പേടിച്ചിരിക്കുന്നു. അതാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവനങ്ങനെ പറഞ്ഞെങ്കിലും അത് വിശ്വാസമില്ലാത്ത പോലെ ആയിരുന്നു അവൾ അവനെ നോക്കിയത്. അവരുടെ ഇടയിലേക്ക് ഇനിയും വന്നില്ലെങ്കിൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന് അതൊക്കെ കണ്ടുനിന്ന കാർത്തിക്ക് മനസ്സിലായി. അവൻ അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഇറ്റ്സ് റിയലി ഫൈൻ ഗാഥ. അവൻ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ ശബ്ദം കേട്ട ഉടനെ ഗാഥ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ നേരെ ചാടി വീഴുകയും അവന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ ഒളിക്കുകയും ചെയ്തു. ഏയ് ഗാഥ! കാർത്തി ഒരു നിമിഷം സ്തംഭിച്ചു പോയി. പക്ഷെ അയാൾ ആദ്യം ചെയ്തത് മാസ്ക് ധരിച്ച തന്റെ മുന്നിലുള്ള ആളെ നോക്കുക എന്നതാണ്. അവൻ നോക്കിയപ്പോൾ റേയുടെ മുഖം അവിശ്വസനീയമാം വിധം ഇരുണ്ടതായി മാറി. കാർത്തിയുടെ ഇടുപ്പിൽ വച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ അവന്റെ നോട്ടം പതിഞ്ഞിരുന്നു. അവൾ മറ്റൊരാളെ സ്പർശിക്കുന്ന കാഴ്ച അവന് വേദനാജനകമായിരുന്നു. കാർത്തിക്ക് വാപുത്തി ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നിൻമുഖം തെളിഞ്ഞിടും, നീയെന്നും നിറഞ്ഞിടും എൻ മിഴികളിൽ.